ഈ ഒരു പൂവൻ കോഴി തന്റെ പിടക്കോഴി മുട്ടയിടുന്നതായി കാത്തിരുന്നു. മുട്ട വിരിയുന്നതിന് വേണ്ടി പൂവൻ കോഴി ടെൻഷൻ അടിച്ച് പുറകിലും കൈയും കെട്ടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞൻ കോഴിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ ഭാര്യ പിടക്കോഴി 2 കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിരിക്കുന്നു. അത് കണ്ട് അവന് വളരെ സന്തോഷമായി. പൂവൻ കോഴി അതിനെടുത്ത് തലോടാനും അതിനെ നിലത്തിട്ട് കളിപ്പിക്കാനും എല്ലാം തുടങ്ങി. അപ്പോഴാണ് 3ാമതൊരു മുട്ടയും വിരിഞ്ഞത് കണ്ടത്. പക്ഷെ 3ാമത്തെ മുട്ട പൂവൻ കോഴിയുടേതല്ലായിരുന്നു, അതൊരു താറാവിന്റെ മുട്ടയായിരുന്നു. ആ താറാവിന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ പൂവൻ കോഴിയും പിടക്കോഴിയും തമ്മിൽ വഴക്കായി. പൂവൻ കോഴി പറഞ്ഞു അത് പിടക്കോഴിക്കിടെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണെന്ന്. അങ്ങനെ അവർ 2 പേരും ഭയങ്കരമായിട്ട് അടിയുണ്ടാക്കാനായി തുടങ്ങി. അവസാനം അവർ 2 പേരും അടിയുണ്ടാക്കി പിരിഞ്ഞു. പൂവൻ കോഴി മറ്റൊരു ഭാഗത്തും പിടക്കോഴി വേറൊരു ഭാഗത്തേക്കും പോയി. പിടക്കോഴി തന്റെ 2 കുഞ്ഞുങ്ങളുമായി പോയി. ആ കൂട്ടത്തിൽ തന്നെ താറാവിന്റെ കുഞ്ഞുമുണ്ടായിരുന്നു. താറാവിന്റെ കുഞ്ഞിനെ പിടക്കോഴി കൊത്തിയാട്ടി അവിടെ നിന്നും ദൂരേക്ക് ഓടിച്ചു. താറാവിന്റെ കുഞ്ഞ് കരഞ്ഞ് നടന്നുകൊണ്ടേയിരുന്നു. അവൻ നടന്ന് പൂവൻ കോഴിയുടെ അടുത്തെത്തി. പൂവൻ കോഴിയും അവനെ മൈൻഡ് ചെയ്യാതെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും ഓടിച്ചു വിട്ടു. അവൻ അങ്ങനെ ഒരു പുഴക്കരയിലെത്തി കരഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ അച്ഛനും അമ്മയും തന്നെ നോക്കുന്നില്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന് കരയാനായി തുടങ്ങി. ഇത് കണ്ട് മരത്തിൻ മുകളിൽ നിന്ന് ഒരു കുരങ്ങച്ചൻ അവനെ വന്ന് സമാധാനിപ്പിക്കാനായി തുടങ്ങി. എന്നിട്ട് അവനെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പൂവൻ കോഴി ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്ന് തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അതിലൂടെ 2 താറാവ് ദമ്പതികൾ നടന്നു പോകുന്നത് കണ്ട്. അവർ കരയുന്നത് കണ്ടപ്പോൾ പൂവൻ കോഴി ചോദിച്ച് എന്താ സംഭവമെന്ന്. അപ്പോൾ താറാവിന്റെ ദമ്പതികൾ പറഞ്ഞു താറാവ് പെണ്ണിനെ ഒരു കുരങ്ങൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ താറാവ് പെണ്ണ് അത് അംഗീകരിച്ചു കൊടുത്തില്ല. അവൾ അവന് ഒഴിവാക്കി തൻ്റെ താറാവ് ഭർത്താവിനൊപ്പം പോയി. ഇത് കണ്ട് ദേഷ്യം പിടിച്ച കുരങ്ങച്ചൻ താറാവിൻ്റെ മുട്ടയെടുത്ത് ഒരു കോഴിക്കുഞ്ഞിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ടു. ഇതറിഞ്ഞപ്പോൾ പൂവൻ കോഴിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. തൻ്റെ ഭാര്യയുടെ മുട്ടയുടെ കൂടെ കൊണ്ടുവച്ചത് ആ കുരങ്ങച്ചനാണെന്ന് മനസ്സിലായി. മാത്രവുമല്ല ഇവന്റെ താറാവിന്റെ കുഞ്ഞിനെ ആ കുരങ്ങച്ചൻ കൊണ്ടുപോകുന്നത് കണ്ടെന്ന് പൂവൻ കോഴി പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടി താറാവിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി നടന്നുപോയി. അപ്പോഴതാ അവിടെ 2 കുരങ്ങന്മാരുണ്ടായിരുന്നു. ഒന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയാലും ഒന്ന് മറ്റാളുടെ ആ കുരങ്ങന്റെ സഹായമായിരുന്നു. അവർ 2 പേരും താറാവിന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാനായി തുടങ്ങി. അവർ ചോദിച്ചിട്ടൊന്നും കുഞ്ഞിനെ കൊടുത്തില്ല. അവസാനം പൂവൻ കോഴിക്ക് ദേഷ്യം വന്ന് താറാവിന്റെ അച്ഛൻ ഒരു കുരങ്ങച്ചനുമായി അടിയുണ്ടാക്കി. ആ കുരങ്ങച്ചൻ താറാവിന്റെ അച്ഛനെ അടിച്ച് താഴെയിട്ടു. ഇത് കണ്ട് പൂവൻ കോഴിക്ക് ദേഷ്യം വന്നു. പൂവൻ കോഴി ആ കുരങ്ങച്ചനുമായി അടിയുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് താറാവിന്റെ കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന 2ാമത്തെ കുരങ്ങന്റെ കഥയും കഴിച്ചു. അങ്ങനെ അവർ എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കി. പൂവൻ കോഴിയും പിടക്കോഴിയും വീണ്ടും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. താറാവിന്റെ കുഞ്ഞും താറാവിന്റെ അച്ഛനും അമ്മയും അവർക്കും സന്തോഷത്തോടെ ജീവിക്കാനായി തുടങ്ങി.